സുബ്രഹ്മണ്യൻ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു ദേവനാണ്. ഭൂമിയിലെ പല സ്ഥലങ്ങളിലും പല മെഗാലിത്തിക് നിർമ്മാണങ്ങളും പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. മുകളിൽ നിന്ന് ആരംഭിച്ച് താഴെ അവസാനിക്കുന്നു എന്ന രീതിയിൽ സങ്കീർണമായ ശില്പങ്ങളോടെ അവർ കല്ലിൽ കൊത്തിയെടുത്ത ജോലികൾ ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ കൃത്യതയോടെയും ഭംഗിയോടെയും ചെയ്തിരിക്കുന്നു. അത്തരമൊരു ക്ഷേത്രം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ കഹുഗുമലായിയിലാണ്. ഇരുണ്ട ശക്തികൾ ശക്തമായിരുന്ന ഇതിനകം പൂർത്തിയായ ഗാലക്സി രാത്രിയിലാണ് ഈ സംഭവങ്ങൾ നടന്നത്. യുഗങ്ങളായി ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള ഇടപെടൽ ഇവിടെയുണ്ട്. ഭഗവാൻ സുബ്രഹ്മണ്യൻ തന്റെ ഭക്തർക്ക് ആത്മീയ ജ്ഞാനവും ആഴത്തിലുള്ള ധാരണയും വിവേചനബുദ്ധിയും നൽകി പ്രയോജനപ്പെടുന്നു. ഉയർന്ന തലത്തിലുള്ള ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന ഒരു ആത്മീയതയും ഭക്തിയും. ഉണർന്ന് രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് ഗ്രഹത്തിന്റെയും മനുഷ്യരാശിയുടെയും പ്രയോജനത്തിനായി സംവിധാനം നടപ്പിലാക്കാൻ ശക്തമായ ഇച്ഛാശക്തിയും നേതൃത്വഗുണങ്ങളും ഉണ്ടായിരിക്കും. ചുരുക്കത്തിൽ ശക്തി, ജ്ഞാനം എന്നിവ നൽകുന്ന ദിവ്യശക്തിയാണ് ഭഗവാൻ സുബ്രഹ്മണ്യൻ എന്ന് നമുക്ക് പറയാം. എപ്പോഴും എന്ന പോലെ നമ്മുടെ ഭൂമി കോസ്മിക് ഹൈവേയിൽ നിരന്തരമായ ചലനത്തിലാണ് എന്ന് നമുക്ക് പറയാം. ഈ സമയത്ത് നമ്മൾ ഈ ഹൈവേയിൽ ഒരു ജംഗ്ഷൻ കടക്കുന്നു. ഗാലക്സി രാത്രി അവസാനിക്കുന്നു. ഒരു ഗാലക്സി പകൽ മനോഹരമായി മാറുന്നു. വികസിത ബോധത്തോടെ മെച്ചപ്പെട്ട മനുഷ്യനായി പരിണമിക്കാൻ ഇത് നമുക്ക് മികച്ച അവസരം നൽകുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഭൂമിയിൽ ഒരു ദിവസം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അത് എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷകരവും മികച്ചതുമായി ഒരു മാറ്റം കൊണ്ടുവരുന്നു. എല്ലാ ജീവജാലങ്ങളും കൂടുതൽ ഊർജ്ജസ്വലരും സജീവവുമായിത്തീരുന്നു. ഇത് ഒരു ഗാലക്സി ദിവസത്തിനും ബാധകമാണ്. പക്ഷേ കൂടുതൽ ആഴത്തിലുള്ള രീതിയിൽ അത് നമ്മെയെല്ലാം ബാധിക്കുന്നു. ഗാലക്സി കാമ്പിൽ നിന്നുള്ള ഈ വികിരണം അത് എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാന പ്രവണതകളെയും സ്വഭാവവിശേഷങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നു. അതിനാൽ ആത്മീയൻ കൂടുതൽ ആത്മീയനാകുന്നു. ഒരു വക്രവ്യക്തി തന്റെ കഴിവുകളിൽ കൂടുതൽ വക്രതന്ത്രങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാം യാന്ത്രികമായി സംഭവിക്കുന്നു. ജ്ഞാനം നേടുന്നതിന് ഇത് വളരെ നല്ല സമയമാണ്. ഈ വികിരണം എല്ലാവരെയും ബാധിക്കുന്നതിനാൽ വ്യത്യസ്ത തത്വചിന്തകളുടെ ബഹുജന പ്രക്ഷോഭങ്ങളും ഏറ്റുമുട്ടലുകളും തികച്ചും സാധ്യമാണ്. ഭൂമിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഇതിനകം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ആത്മീയതയിൽ കർശനമായ അച്ചടക്കത്തിലൂടെയും ധ്യാനത്തിലൂടെയും ആചാരങ്ങളിലൂടെയും നേടിയതോ ആയതെല്ലാം ഗാലക്സി കോർ റേഡിയേഷന്റെ പോസിറ്റീവ് പിന്തുണ കാരണം വളരെ കുറഞ്ഞ പരിശ്രമത്തിലൂടെ നേടിയെടുക്കും. ആഘാതകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ആളുകൾക്ക് അതേ അവസ്ഥകൾ വീണ്ടും അനുഭവപ്പെടും. വൈകാരിക വേദനയുടെ അവശിഷ്ടമോ അത്തരത്തിലുള്ള ഏതെങ്കിലും അവശിഷ്ടമോ പെട്ടെന്ന് വീണ്ടും ഉയർന്നുവരും. മാറ്റങ്ങൾ വളരെ വേഗത്തിൽ വരുന്നു. ഈ സാഹചര്യങ്ങളിൽ സംരക്ഷണം മതിയാകില്ല. ഇത് വെറും ശുദ്ധീകരണമല്ല, അപ്രസക്തമായവയെ ശുദ്ധീകരിക്കലാണ്. അതിനാൽ വ്യാജന്മാർ തീർച്ചയായും നാശത്തിൽ അവസാനിക്കും. ആധുനിക മനുഷ്യന്റെ തലയോട്ടിക്ക് സമാനമായ മനുഷ്യ തലയോട്ടികൾ ഭൂമിയിലെ പല സ്ഥലങ്ങളിലും കണ്ടെത്തി. ഇവ രേഖപ്പെടുത്തുകയും കാർബൺ ഡേറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. 1,50,000, അതായത് 1.5 ലക്ഷം വർഷങ്ങൾ മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ അസ്ഥിഘടന വലുതും എന്നാൽ ആധുനിക മനുഷ്യനെപ്പോലെയുമാണ്. ഈ നീണ്ട ചരിത്രത്തിൽ വെറും 4,000 വർഷങ്ങൾ മാത്രമേ നമുക്ക് കാണിച്ചിട്ടുള്ളൂ. ഈ 1,50,000 വർഷത്തിനിടയിൽ ആവർത്തിച്ച് സംഭവിച്ച ദുരന്തങ്ങൾക്ക് ഭൂമിശാസ്ത്രപരവും പാരിസ്ഥിതികവും കാലാവസ്ഥാപരവുമായ തെളിവുകൾ നമ്മുടെ പക്കലുണ്ട്. 4,000 വർഷത്തെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമേ നമുക്കുള്ളൂ. ശേഷിക്കുന്ന 1,36,000 വർഷത്തെ ചരിത്രം വെളിപ്പെടുത്തിയിട്ടില്ല. പഴയ നാഗരികതയുടെ സ്ഥലങ്ങളിൽ നിന്നുള്ള കാർബൺ ഡേറ്റിംഗും അവയുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം സമാനമായ തീയതികളിൽ എത്തുന്നു. കഴിഞ്ഞ 1,50,000 വർഷങ്ങളിൽ ഈ നാശത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും സംഭവങ്ങൾ പലതവണ ആവർത്തിച്ചു. ഭൂമി ഗാലക്സി അച്ചുതണ്ടിന്റെ തലത്തിലൂടെ നീങ്ങുമ്പോൾ സംഭവിച്ച നാശത്തിന്റെ രീതി ഓരോ തവണയും ഇത് ആവർത്തിച്ചു. ആ നാഗരികതകളുടെ അവശിഷ്ടങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. ആ നാഗരികതകൾ എത്ര ഗംഭീരമായിരുന്നു. മായന്മാർ, ആസ്ടെക്കുകൾ, ഈജിപ്ഷ്യൻ ഈ നാഗരികതകളെല്ലാം അപ്രത്യക്ഷമായി. അവ നമുക്കായി അവശേഷിപ്പിച്ച രചനകളും സന്ദേശങ്ങളും മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷേ മനസ്സിലാക്കാൻ സാധ്യമാണ്. താമരയുള്ള ഒരു ശില്പം ഒരു ഈജിപ്ഷ്യനിൽ കാണുന്നത് അതിശയകരമാണ്. ഒരു മരുഭൂമിയിൽ താമര എങ്ങനെയുണ്ടാകും?
തലച്ചോറ് വൈദ്യുതകാന്തിക സംസ്കരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു ജീവിയെ ചുറ്റിപ്പറ്റിയുള്ള വികിരണം വഴി അത് ബാധിക്കപ്പെടും. പെൻസിൽവാനിയ പരീക്ഷണത്തിലേക്ക് ഞാൻ കാഴ്ചക്കാരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഒരു പൂർണ്ണ നാവിക കപ്പൽ അപ്രത്യക്ഷമാകുകയും അത് മറ്റൊരു സ്ഥലത്ത് വീണ്ടും ദൃശ്യമാകുകയും ചെയ്തതിനുള്ളതായിരുന്നു US നാവികസേനയുടെ പരീക്ഷണം. ഇപ്പോൾ ഭൂമി മുഴുവൻ ഗാലക്സി അച്ചുതണ്ടിലൂടെ കടന്നുപോകുകയോ മറികടക്കുകയോ ചെയ്യുന്നു. ഭൂമിയിൽ അടയാളങ്ങൾ ദൃശ്യമാകുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ശക്തമായ ഒരു വികിരണത്തിലാണ്. അടുത്ത 8 വർഷത്തേക്ക് ദുരന്ത സംഭവങ്ങളുടെ തീവ്രതയും എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ കാലയളവിൽ പുതിയ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടൽ, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ കൂട്ട വംശനാശ സാധ്യതയുള്ള നിരവധി സാഹചര്യങ്ങൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും.